വയനാട്ടിൽ പ്രിയങ്ക വരട്ടെ. വയനാടെന്നും ഗാന്ധി കുടുംബത്തിൻ്റെ ഒരു തട്ടകമായി തുടരുകയും ചെയ്യട്ടെ. യഥാർത്ഥത്തിൽ വയനാടുകാർ ആഗ്രഹിക്കുന്നതും ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. മക്കൾ രാഷ്ട്രീയവും ബന്ധു രാഷ്ട്രീയവും പരിവാർ രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞ് വീമ്പിളക്കിയവരുടെ കൂട്ടത്തിൽ നിന്ന് എത്ര പേരുടെ മക്കളും കൊച്ചുമക്കളും സഹോദരനും ഭാര്യയും ഭാര്യയുടെ അനിയത്തിയും അടക്കം ഇപ്പോൾ തന്നെ കേന്ദ്രമന്ത്രിസഭയിലുണ്ട് എന്നുള്ള കണക്ക് അറിയാമെന്നിരിക്കെ പ്രിയങ്ക ഗാന്ധി വരുന്നത് രാഹുലിൻ്റെ പെങ്ങളെന്നുള്ള രീതിയിലോ രാജീവ് ഗാന്ധിയുടെ മകളെന്നുള്ള ആ പ്രതിച്ഛായയ്ക്കപ്പുറത്തേക്ക് നിർഭയയും ധീരയുമായ ഒരു സംഘാടകയും അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരു ദേശീയ നേതാവുമായിട്ടാണ് എന്നത് പരക്ക രാജ്യം അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യുന്നു. ആ സാഹചര്യത്തിൽ വയനാട്ടിൽ നിന്ന് പ്രിയങ്ക മത്സരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ നിലപാട്. രാഹുൽ ഗാന്ധിക്ക് വയനാടിനോട് ചേർത്ത് വെച്ചൊരിഷ്ടമുണ്ട്. കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ ഏറ്റവും നിർണായക പ്രതിസന്ധിയിൽ ഒപ്പം നിന്നത് വയനാടാണ്. എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തുടരണോ വയനാട്ടിൽ തുടരണോ എന്ന് ചോദിച്ചാൽ രാജ്യത്ത് ഒരു ജനാധിപത്യ മതേതരത്വ നിലപാടുകൾ ഊട്ടിയുറപ്പിക്കുന്നവർ ഒറ്റക്കെട്ടായി പറയും രാഹുൽ തുടരേണ്ടത് ഉത്തർപ്രദേശിലാണ്. പ്രത്യേകിച്ച് വളരെ കനത്ത പ്രതീക്ഷയിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉത്തർപ്രദേശ് വോട്ട് ചെയ്ത സ്ഥിതിക്ക് 6 ലക്ഷം ഭൂരിപക്ഷം തേടിപ്പോയ പ്രധാനമന്ത്രിക്ക് 1.5 ലക്ഷം വോട്ട് മാത്രം നൽകി ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത ഉത്തർപ്രദേശ് ഏതാനും നിമിഷങ്ങളെങ്കിലും മോഡി പിന്നിൽ എന്ന് എഴുതി കാണിക്കുന്ന ദൃശ്യങ്ങൾ ദേശീയ ചാനലുകളും അതുപോലെ PTA അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നിമിഷങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വന്ന ജനവിധിയുടെ ഉടമകളാണ് ഉത്തർപ്രദേശുകാർ. അതുകൊണ്ട് രാഹുൽ ഗാന്ധി തുടരേണ്ടത് ഉത്തർപ്രദേശിലാണ് എന്ന് മാത്രമല്ല, ഹിന്ദി ഹൃദയഭൂമിയിലൂടെ ഇനി മുൻപത്തെ പോലെ അല്ലാതെ കേൾക്കാൻ ആളുകളുള്ള ആ നാട്ടിലൂടെ അദ്ദേഹം സഞ്ചരിക്കേണ്ടതാണ്, അവരെ കേൾക്കേണ്ടതാണ്, അവരോട് സംസാരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വയനാട് ഒഴിയുക തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അങ്ങനെ വയനാട് ഒഴിയുമ്പോൾ അവിടേക്കാരെന്ന ചോദ്യത്തിന് ഇന്നത്തെ ദക്ഷിണേന്ത്യയുടെ സ്ഥിതിവിശേഷം കൂടി പരിഗണിക്കുമ്പോൾ പ്രിയങ്ക എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പണ്ടൊക്കെ നമ്മൾ ദക്ഷിണേന്ത്യ സേഫായിരുന്നു എന്ന് പറയുന്നെങ്കിലും ദക്ഷിണേന്ത്യയിൽ പലതരത്തിലുള്ള രാസമാറ്റങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ദക്ഷിണേന്ത്യ എന്നും ഈ പറയുന്ന ജനാധിപത്യ ചേരിയോടൊപ്പം നിൽക്കുന്നവരാണെങ്കിലും അവിടെയായി പ്രത്യക്ഷപ്പെടുന്ന പലതരത്തിലുള്ള മാറ്റങ്ങളും പുതിയ കാലഘട്ടത്തിൻ്റെ അധികാര സമവാക്യങ്ങൾക്കൊപ്പിച്ചുള്ള കാര്യങ്ങളുമൊക്കെ അറിയുമ്പോൾ വയനാട്ടിലേക്ക് ഇനിയിപ്പോൾ കോൺഗ്രസ്സാണ് മത്സരിക്കുന്നതെങ്കിൽ കുറഞ്ഞത് ഒരു 3 മാസക്കാലമെങ്കിലും അതിൻ്റെ അടിയും ഇടിയും തൊഴിയും തുടരുക തന്നെ ചെയ്യും. എന്ന് മാത്രമല്ല, നമ്മൾ സാധാരണ വട്ടത്തിൽ കെട്ടി അറ്റത്തൊരു കുരുക്കിടുന്നത് പോലെ ഇങ്ങ് സൗത്ത് ഇന്ത്യയിൽ ഈ പറയുന്ന അറബിക്കടലിൻ്റെ ഓരത്തുകൂടി കിടക്കട്ടെ ഒരു മനോഹരമായ സ്നേഹബന്ധിതമായ ഒരു കെട്ട്. ആ ചരട് കെട്ടാൻ ഏറ്റവും യോഗ്യതയുള്ളത് പ്രിയങ്ക ഗാന്ധിക്കാണ്. പ്രിയങ്ക ഗാന്ധി ആദ്യ സമയം മുതൽ, രാജീവ് ഗാന്ധി മരണപ്പെട്ട നിമിഷം മുതൽ ഈ കാര്യങ്ങളോട് കാണിക്കുന്ന ഒരു ധൈര്യവും ശരീരഭാവവും മുഖഭാവവുമൊക്കെ രാഹുൽ ഗാന്ധിയിൽ നിന്ന് പോലും വേറിട്ട് നിർത്തിയിരുന്നു പ്രിയങ്കയെ. അത്രമേൽ നിശ്ചയദാർഢ്യമാണ് കാണിച്ചത്. പിന്നെ അത് മാത്രമല്ല, ഇന്ദിര എന്ന വളരെ കരുത്തുറ്റ ഭരണാധികാരിയുടെ മുഖഛായയും പ്രതിച്ഛായയും ഒക്കെ പ്രിയങ്ക ഗാന്ധിയെ മാറ്റി നിർത്തുകയായിരുന്നു. കൂടാതെ ഈ സാഹോദര്യ ബന്ധം ഒക്കെ സ്നേഹത്തോടെ നിലനിർത്താനും തൻ്റെ സഹോദരന് വേണ്ടാത്തത് തനിക്ക് വേണ്ടെന്ന് പ്രഖ്യാപിക്കാനും തൻ്റെ സഹോദരൻ വേദനിക്കുന്നിടത്ത് താനും വേദനിക്കുന്നുവെന്ന് ലോകത്തെ അറിയിക്കാനും തൻ്റെ സഹോദരൻ വിജയിക്കുമ്പോൾ അതിലേറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് താനാണെന്ന് പറയാനുമുള്ള നിഷ്കളങ്കമായ ഹൃദയബന്ധത്തിൻ്റെ ഭാവങ്ങളും പ്രിയങ്ക പ്രകടിപ്പിച്ചു. തീർന്നില്ല. ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ആളെന്നുള്ള നിലയിലും അതിൻ്റെ പ്രവർത്തക എന്നുള്ള നിലയിലും തൻ്റെ ഉത്തരവാദിത്തം ചുമലിലേറ്റി രാഹുലിനോടൊപ്പമോ രാഹുലിനെക്കാളോ ഈ ഇലക്ഷൻ പ്രചാരവേലയിൽ രാജ്യം മുഴുവൻ സഞ്ചരിച്ചത് പ്രിയങ്ക ഗാന്ധിയാണ്. വളരെ കഠിനമായ സംഘാടനം ചില മണ്ഡലങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന് പ്രിയങ്ക ഗാന്ധി പ്രവർത്തിച്ചു. റായ്ബറേലിയും അതോടൊപ്പം തന്നെ അമേഠിയുമൊക്കെ അതിൽപ്പെടുന്നവയാണ്. ഒടുവിൽ രാഹുൽ ഗാന്ധി പോലും പറഞ്ഞു, വാരണാസിയിൽ മോഡിക്കെതിരെ പ്രിയങ്ക മത്സരിച്ചിരുന്നുവെങ്കിൽ 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം വോട്ടുകൾക്ക് പ്രിയങ്ക ജയിക്കുമായിരുന്നു എന്ന് പറയുന്ന ഒരു ജനവിധിയോളം എത്തപ്പെടുന്ന സ്വീകാര്യതയിലേക്ക് പ്രിയങ്ക ഗാന്ധി മാറി. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിൽ അവരുടെ ശബ്ദവും ഉണ്ടാകണം. അവരുടെ സാന്നിധ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട കരുത്താണ്. പലതും പറയാൻ, വിശേഷിച്ച് സ്ത്രീകളും കുഞ്ഞുങ്ങളും അപരവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെയും കഥ പറയാൻ പ്രിയങ്ക പാർലമെൻറ്റിൽ ഉണ്ടാകുന്നത് ഉചിതമാവും.
അതിന് വയനാട് ഒരു കാരണമാകട്ടെ. അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മറ്റാരെക്കാളും വയനാട്ടുകാരായിരിക്കുമെന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരു സംശയവുമില്ല.